എനിക്ക് പറയാൻ പറ്റും. രാജീവേട്ടൻ പറഞ്ഞ കാര്യങ്ങളിൽ ഷംസുവിന് കുറച്ച് വിയോജിപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഊന്നിക്കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഷംസു പറഞ്ഞ കാര്യം കേരളം ഭേദമാണെന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ദേശീയ അഗോദി മാധ്യമങ്ങളെയോ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യാവകാശ ധ്വംസനത്തിലോ അല്ലെങ്കിൽ ജനാധിപത്യ ധ്വംസനത്തിനോ സംഭാവന ചെയ്യുന്ന മാധ്യമങ്ങൾ കുറവാണെന്നുള്ളൊരു നിരീക്ഷണമാണ് ഷംസു മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൽ രാജീവേട്ടൻ്റെ അഭിപ്രായം എനിക്കറിയണം. രണ്ടാമത് മറ്റൊരു കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഷംസു പറഞ്ഞതിൽ, ഇപ്പോൾ നമ്മൾ ഭൂതകാലം മനോഹരം എന്ന തരത്തിലുള്ള ഒരു നൊസ്റ്റാൾജിയ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ വളരെ സുന്ദര സുരഭിലമായി പരിസ്ഥിതിക്കുന്ന കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ വിപണി താല്പര്യങ്ങളോ ഒക്കെ ആയിട്ട് അതിനെ അട്ടിമറിച്ച് ഇപ്പോൾ അതിൻ്റെ മോശം കെട്ടകാലമായിട്ട് വരുന്നു എന്നുള്ളൊരു നെറേറ്റീവ് നമ്മൾ പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മളെല്ലാം ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുന്ന സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ അവയുടേതായ പോളിസികളുണ്ട്. ആ പോളിസികളിൽ മറികടന്നുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ വിശകലനങ്ങളോ കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ സമ്പന്ന ഭൂതകാലത്തെ പറ്റിയിട്ട് ഓർത്ത് കുളിര് കോരുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളത് കൂടി എൻ്റെ ചോദ്യമാണ്. ഈ നമ്മളെല്ലാവരും നമ്മുടെ ഒരു നൊസ്റ്റാൾജിയുടെ തടവിൽ കഴിയുന്ന മനുഷ്യന്മാരാണ്. എല്ലാ മനുഷ്യന്മാരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള നൊസ്റ്റാൾജിയ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ പഠിച്ച കാലമാണ് എൻ്റെ ഏറ്റവും സുവർണകാലം എന്നും ഇക്കാലത്തെ കുട്ടികളൊക്കെ അത്ര പോരാ എന്നും വിചാരിക്കുന്ന മനുഷ്യന്മാരാണ് എല്ലാവരും. ഞാനും അങ്ങനെ വിചാരിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ പഠിച്ച കാലമാണ് ഏറ്റവും മികച്ച കാലം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മാധ്യമങ്ങളുടെ കാര്യത്തിലും ഇതേ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ മാധ്യമങ്ങളുടെ ഭൂതകാലം എന്ന് പറയുന്നത് അത്ര വളരെ മനോഹരമായ മനോജ്ഞമായ കാലമായിരുന്നു എന്നൊന്നും വിചാരിക്കുന്നില്ല. മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്, ഒരു ബിസിനസ്സാണ്. അത് എന്താ പറയുക, വയബിളായി നടത്തുക തന്നെ വേണം. അത് നടത്താൻ പാകത്തിലുള്ള വിപണിയോടുള്ള സമരസപ്പെടലും നയസമീപനങ്ങളിലുള്ള മാറ്റവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പുതിയ കാലത്തിനനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റേണ്ടി വരും, അവരുടെ വേഗം കൂട്ടേണ്ടി വരും, സാങ്കേതിക വിദ്യ സ്വീകരിക്കേണ്ടി വരും, സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ പതിപ്പ് സ്വീകരിക്കേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കും. ഇതൊന്നും സംഭവിക്കാതെ മാധ്യമ പ്രവർത്തനം നടത്താൻ സാധിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയ കാലത്താണ് എല്ലാം മനോഹരമായിരുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ. പഴയ കാലത്ത് മനോഹരമായിരുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുക. കേരളത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിനെ പറഞ്ഞു വിട്ടപ്പോൾ കോൺഗ്രസിനെ ജയിപ്പിച്ച ജനതയാണ് കേരളത്തിലുള്ളത്. ഈ 2024 എല്ലാവരുടെയും മുമ്പാകെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയ കുറിപ്പാണിത്. 2024 ഉത്തർപ്രദേശ് പോലെ അതിഭീകരമാം വിധത്തിൽ വർഗീയമായി ഭിന്നിപ്പിക്കാൻ സംഘപരിവാരം ശ്രമിക്കുകയും കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അവരവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം BJPക്ക് എതിരെ തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിൽ ഒരു സീറ്റ് കൊടുക്കാൻ കേരളം തയ്യാറായി. അപ്പോൾ ഇതിൽ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാകത്തിൽ മാധ്യമങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയാം. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കപ്പെട്ടതിന് ശേഷം നരേന്ദ്രമോദി അവിടെ വന്നുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഇതിൻ്റെ വസ്തുത എന്താണ്, ഈ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറായി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ പ്രൊപ്പഗാൻഡ നടത്തുന്നത് അവരുടെ ഉച്ചഭാഷിണി ആയിക്കൊണ്ട് മാത്രമല്ല, ചില കാര്യങ്ങളിൽ മൗനം പാലിച്ചുകൊണ്ടുകൂടിയാണ് നമ്മൾ ആ പ്രൊപ്പഗാൻഡയ്ക്കൊപ്പം നിൽക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതിന് ശേഷം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രൊപ്പഗാൻഡ ഏറ്റെടുത്തത് പോലെയല്ല, ഏറ്റെടുത്ത് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷെ ഞാൻ ഏറ്റെടുത്തത് പോലെ എന്ന് പറയാം. പ്രവർത്തിച്ചത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന
ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന ഏറ്റവും വലിപ്പമുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ പ്രൊപ്പഗാൻഡ നടത്തി കൊടുക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ട്. അത് നടത്തി കൊടുക്കുന്ന ആൾക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു പ്രമുഖ മാധ്യമത്തിന്റെ എൻ്റെ സുഹൃത്തായ അവിടുത്തെ സീനിയറായ ഒരാളെ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ ആ ലേഖകൻ ഒരു സിനിമയുടെ തിരക്കഥ എഴുതി കൊടുക്കാനുള്ള അവസരം കൊടുക്കാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടത്രേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അല്ല, മാനേജ്മെന്റിനും അത് താല്പര്യമാണ്, പിന്നെ ഇപ്പൊ നമ്മൾക്ക് എന്താ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓപ്പണായിട്ട് ഇതിന് പ്രൊപ്പഗാൻഡ ചെയ്യണ്ട. ചില കാര്യങ്ങളിൽ സൈലന്റായി നിന്നാൽ മതി, ചില പ്രൊപ്പഗാൻഡയ്ക്ക് അരി നിന്ന് കൊടുത്താൽ മതി. ഈ പണി കേരളത്തിൽ നടക്കുന്നുണ്ട്, വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്, വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ ടെലിവിഷൻ ഡിസ്കഷൻ കാണുന്ന ആളുകളുണ്ടെന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിലധികമായിട്ട് ആ ചാനലിന്റെ പ്രൈം ടൈം ഡിബേറ്റിലെ നമ്മൾ 365 കൂട്ടുക, അല്ലെങ്കിൽ കൂട്ടി നോക്കുക, എത്ര ദിവസം ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതിന്റെ ഒരു 80% ദിവസങ്ങളിലും പാനലിസ്റ്റുകൾ ഒരേ ഒരാളുകളാണ്. എന്തിനാ അവരെ കൊണ്ടുവരുന്നത്? ആരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടാണ്? ഇത് നടക്കുന്നുണ്ട് കേരളത്തിൽ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ പത്രസ്ഥാപനം നടത്തുന്ന ടെലിവിഷൻ ചാനലിന്റെ പ്രോഗ്രാമുകൾ നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. അവരുടെ അജണ്ട എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അവർ ആർക്ക് വേണ്ടിയിട്ട് പ്രൊപ്പഗാൻഡ നടത്തുകയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത് ദേശീയതലത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ഇവിടെ ഞാനതാണ് പറഞ്ഞത്, ഇത് കുറച്ചുകൂടെ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്ന് മാത്രം കേരളത്തിൽ. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇവരെ എതിർക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നയപരമായി തന്നെ ഇവരെ എതിർക്കുന്നു എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ പോലും ചില ഘട്ടങ്ങളിലെങ്കിലും എന്താ പറയാ, അവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് അരുതൊന്ന് കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായത് എൻ്റെ കൺമുമ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ മാധ്യമരംഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് മോദി വിധേയത്വമോ അല്ലെങ്കിൽ സംഘപരിവാര വിധേയത്വമോ പരോക്ഷമായി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾക്ക് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ പുതിയ കാലത്ത് എങ്ങനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, ഏതെങ്കിലും ഒരു വാർത്ത വരുന്നു, എന്തു വാർത്തയും ആയിക്കോട്ടെ. ഈ വാർത്ത വരുമ്പോൾ ഈ വാർത്തയ്ക്ക് വിധേയനാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ വാർത്തയിൽ ആരോപണ വിധേയനാക്കപ്പെടുന്ന ഒരു മനുഷ്യന് അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണോ നമ്മളുടെ മാധ്യമപ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? മാധ്യമപ്രവർത്തനത്തിന്റെ അടിസ്ഥാന പാഠങ്ങളിൽ ഒന്ന് അതാണ്. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറയാനുള്ളത് കൂടെ ചേർത്തിട്ട് വേണം ഇത് കൊടുക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ എന്നുള്ളൊരു അടിസ്ഥാന പാഠമുണ്ട്. ഈ പാഠവും പുതിയ കാലത്തെ എല്ലാ സാങ്കേതിക സവിശേഷ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പുതിയ കാലത്തിന്റെ രീതികൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെയ്യില്ല. നമ്മളതൊരു കാരണവശാലും ചെയ്യില്ല. എന്നിട്ട് എന്താ പറയാ, നമ്മൾ വളരെ മനോഹരവും വളരെ ഗംഭീരവും വളരെ ഉദാത്തവുമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണ് സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്നത് കാര്യങ്ങൾ എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ്. എങ്ങനെയാണ് കാര്യങ്ങളെ സെൻസേഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആയിരിക്കെ ഇത് മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത്രയും സെൻസേഷണലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സെൻസേഷണലിസം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്ര വ്യാപിച്ചിട്ടില്ല. ഇത്ര വ്യാപിക്കാനുള്ള ഒരു കാരണം വെച്ചാൽ ഇത്രയും വലിയ മത്സരം മാർക്കറ്റിൽ അന്ന് ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിൽ മത്സരം കുറച്ചുകൂടി ചെറുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതല്ല, മാർക്കറ്റിൽ വലിയ മത്സരമാണ്. ചെറിയൊരു മാർക്കറ്റാണ് നമ്മളുടെ, ഏതാണ്ട് ഒരു 4.5 കോടി ജനങ്ങളുള്ള, അതിൽ തന്നെ കുട്ടികളും ഇത് നമ്മുടെ എന്താ പറയുക ജനസംഖ്യയിൽ ഏതാണ്ട് 20% പ്രായമായ ആളുകളാണ്. അവരിൽ കുറെ ആളുകൾ കൂടുതൽ പ്രായമായ ആളുകളാണ്. അവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് വരുന്ന ചെറിയ ജനസംഖ്യയാണ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അവരിലെ വലിയൊരു വിഹിതത്തെ സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്ക് കച്ചവടം നടത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ കച്ചവടം നടത്തുമ്പോൾ പോലും അതിന് ചില മര്യാദകളും രീതികളും ഇല്ലേ? നമ്മൾ എന്ത് കച്ചവടം നടത്തിയാലും അതിനൊരു മര്യാദയും രീതിയൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളൊരു പലചര കച്ചവടം നടത്തുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ എടുക്കുന്ന ലാഭത്തിന് ഒരു കണക്കുണ്ടാവും. ഏത് കച്ചവടം നടത്തിയാലും നമ്മൾ എടുക്കുന്ന ഒരു പ്രോഫിറ്റിന്, ഒരു ലാഭത്തിന് ഒരു കണക്കുണ്ടാവും.
അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമിടുന്ന ലാഭത്തിന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പോളത്തിൽ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ക്രയം വിക്രയം നടത്തുക. അതുപോലൊരു മത്സരമല്ല സത്യത്തിൽ കേരളത്തിലെ മീഡിയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ദേശീയ തലത്തിൽ കുറെ കൂടെ പ്രകടമാണ്, നമുക്കറിയാം. കാരണം പരസ്യമായിട്ട് വെറുപ്പ് വിതറാനും അത് വിൽക്കാനും അതിൻ്റെ എന്താ പറയുക ലാഭം എടുക്കാനും ഒരു മടിയും കാണിക്കാത്ത ആളുകൾ അവരുടെ കടകൾ തുറന്നു വെച്ചിരിക്കുന്നതാണ് ദേശീയ മാധ്യമ രംഗത്ത് നമ്മൾ കാണുക. ഇപ്പം അർണാബ് ഗോസ്വാമി മുതൽ ഇങ്ങോട്ട് എന്താ പറയുക പല ആളുകളെയും പേരെടുത്ത് നമുക്ക് പറയാം. എല്ലാ ആളുകളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചുകൂടെ ഒളിച്ചു പിടിച്ചിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പൂർണ്ണമായും ഈ പറയുന്ന വിൽപ്പനയ്ക്ക് സന്നദ്ധമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചു പിടിക്കുന്നത്. ആ ഉറപ്പ് അവർക്ക് കിട്ടിയാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയുക ദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്ന അതേ പണി ഇവിടെയും കാണിക്കും. ആ ഉറപ്പ് അവർക്ക് കിട്ടണം. ആ ഉറപ്പിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ടിലുണ്ടായ വലിയ വർധന. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി എന്താ പറയുക വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ മേഖല എന്ന് പറയുന്നത് മുൻകാലത്ത് കുറെ കൂടെ സെക്യുലർ ആയിരുന്നു, കുറെ കൂടെ എന്താ പറയുക നീതിബോധമുള്ളതായിരുന്നു. എന്താ പറയുക സെൻസേഷണലിസത്തിന് കുറച്ചൊക്കെ പരിധി വേണം എന്ന് ചിന്തിച്ചിരുന്നതായിരുന്നു. ഇപ്പം ആ ചിന്തകളൊക്കെ മാറിപ്പോയിരിക്കുന്നു. നമുക്ക് ഇതേ മാധ്യമപ്രവർത്തനം തന്നെ ഈ എന്താ പറയുക കുറച്ചുകൂടെ സെക്യുലറായി, കുറച്ചുകൂടെ നീതിബോധത്തോടുകൂടെ, കുറച്ചുകൂടെ സെൻസേഷണലിസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇക്കാലത്തും നടത്താൻ സാധിക്കും എന്നുള്ളിടത്താണ് എനിക്ക് എൻ്റെ അഭിപ്രായ വ്യത്യാസം. താങ്ക് യു രജിയേട്ടാ. ഷംസു നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, പിന്നെ വാർത്ത എന്നാൽ അതിൻ്റെ വാട്ട് ഹാപ്പൻഡ് എന്നതിൽ നിന്ന് മാറി എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് വേണ്ട വാർത്ത എന്താണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട വാർത്തയുടെ ആംഗിൾ എന്താണെന്ന് എന്ന തരത്തിലേക്ക് മാറി എന്ന് പറയണ്ടേ. അത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. കാരണം വാർത്ത എന്ന് പറയുന്നത് ഒരു കണ്ടന്റായി മാറിക്കഴിഞ്ഞൊരു കാലഘട്ടമാണ്. ഇന്നും കണ്ടന്റാണ്, കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതിലാണ്. അപ്പോൾ ശരിക്കും ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. ഷംസ് ഇപ്പോൾ മീഡിയയിൽ വന്നിട്ട് 10 വർഷത്തിലധികം ആയല്ലോ. അപ്പോൾ ഈ ഒരു കാലഘടനയിൽ നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ചും 2014 മുമ്പ് ശേഷം എന്ന് പറയും, ഈ ഒരു കാലഘട്ടത്തിൽ ഈ കണ്ടന്റിൽ ഇടപെടുമ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചേഞ്ച് വിസിബിൾ ആയിട്ട് സംഭവിക്കുന്നത് ഷംസ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷംസ് മാധ്യമരംഗത്ത്, ഇപ്പോൾ ഞാൻ ഷംസൊക്കെ മാധ്യമരംഗത്ത് വരുന്ന കാലത്ത് അന്ന് നമ്മൾ വാർത്തയെ കൈകാര്യം ചെയ്ത രീതിയും ഇപ്പോഴത്തെ രീതി തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പോൾ രാജീവേട്ടൻ പറഞ്ഞ, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ അതായത് ഗോദി മീഡിയ എന്താണോ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് അത് പൊതിഞ്ഞു കെട്ടി ഇവിടെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത്, കാരണം നമ്മൾ നിലനിൽക്കുന്ന ഒരു ചട്ടക്കൂടിന് എതിരെയാണല്ലോ അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി അതിന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ TV, വിഷ്വൽ, ഓൺലൈൻ, പ്രിന്റ് അങ്ങനെയാണല്ലോ. പ്രിന്റിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ രാജീവേട്ടൻ പറയുന്ന തരത്തിൽ അത്രത്തോളം ഒരു ഗോദി മീഡിയ എന്നുള്ള രീതിയിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പറയുന്നത് ഷാഫി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അതായത് ഒരു TV ചാനൽ, ഉദാഹരണത്തിന് കൈരളി ആവട്ടെ, ജനമാവട്ടെ, അവരുടെ ഒരു വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യൂവർഷിപ്പ് ആരാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓൺലൈനാണെങ്കിലും അതെ, ഇവരാണെങ്കിലും അതെ. അതായത് നമ്മൾ തുറക്കുന്ന TV പിന്നെ നമ്മൾക്ക് താല്പര്യത്തിനനുസരിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് പ്രിന്റ് മീഡിയ പത്രത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വായനക്കാരും വരിക്കാരുമാണ് ഉള്ളത്. അപ്പം അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് നോക്കേണ്ടതുണ്ട്, എഡിറ്റോറിയൽ ബോർഡ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ രാജുവേട്ടൻ പറഞ്ഞത് ഇതൊരു പ്രോഡക്റ്റാണ്, ഇതൊരു കണ്ടന്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇത് വാങ്ങാൻ ആൾ വേണം. നമ്മുടെ മുമ്പിൽ വാങ്ങാൻ ആൾ എന്ന് പറയുന്നത് നമ്മുടെ വായനക്കാരോ അല്ലെങ്കിൽ വരിക്കാരോ ആണ്. അപ്പോൾ ഈ വായനക്കാരും വരിക്കാരും ഇതിലും 80% ഇത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ 90% ഇത് ഇഷ്ടപ്പെടാത്തൊരു വായനക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം പത്രത്തിലുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പ്രിന്റ് എന്നുള്ളത് ഇല്ല എന്നൊന്നും ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല, പക്ഷേ താരതമ്യേന കുറവാണ് കേരളത്തിൽ എന്നുള്ളത് ഞാൻ പറയാൻ കാര്യം അതാണ്. പിന്നെ അത് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ ശേഷം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ കണ്ടന്റിന്റെ കാര്യം നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു പ്രിന്റ് മീഡിയ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു കണ്ടന്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ഒരു മാറ്റം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഒരു മാറ്റം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വായനക്കാരുടെ ടേസ്റ്റ് മാറി എന്നുള്ളതാണ് ഒരു പ്രത്യേക കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നേരത്തെ നമുക്ക് ഒരു പത്രം വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ നമുക്കത് സത്യമാണോ അസത്യമാണോ എന്നുള്ള തരത്തിൽ നമുക്ക് അങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മളൊരു വാർത്ത കൊടുത്തു. അപ്പോൾ ഉദാഹരണത്തിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇടയിൽ വലിയൊരു ഫ്രാക്ഷൻ ഇല്ലെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതാണ് EK വിഭാഗവും കാന്തപുരം വിഭാഗവും. ഇപ്പം നമ്മുടെ ഒരു പത്രം ഒരു പൊതുപത്രം എന്നുള്ള നിലക്ക് നമ്മൾ ഈ വാർത്ത ഒരു സമ്മേളനം നടക്കുന്നു എന്ന് വിചാരിക്കുക. ഇതൊന്നും റിയലായിട്ട് സംഭവിച്ചതല്ല. ഞാനൊരു എന്താ പറയുക, ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു സമ്മേളനം നടക്കുന്നു, SYS ജില്ലാ സമ്മേളനം നടക്കുന്നു എന്ന് കൂട്ടുക. അപ്പോൾ ആ സമ്മേളനം നടക്കുമ്പോൾ ആദ്യം EK വിഭാഗം സമസ്തയുടെ സമ്മേളനം നടക്കുന്നു മലപ്പുറത്ത്. അപ്പോൾ നമ്മൾ അതിൽ 1-ാം പേജിൽ ഒരു ഫോട്ടോ കൊടുക്കുന്നു, 3-ാം പേജിൽ ഒരു 8 കോളം വാർത്തയും അതിൻ്റെ 1-2 ഫോട്ടോസും കൊടുക്കുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാന്തപുരം വിഭാഗത്തിൻ്റെ ഒരു SYS സമ്മേളനം നടക്കുന്നു. നമ്മൾ അന്ന് എന്തോ പരസ്യം കൂടിയിട്ടോ എന്തോ 1-ാം പേജിൽ നമുക്ക് ഫോട്ടോ വെക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ഫോട്ടോ കൂടി 3-ാം പേജിൽ 8 കോളത്തിൽ വെച്ചു. നമുക്ക് പിറ്റേന്ന് ഒരുപാട് കോളുകൾ വരും. അപ്പോൾ ആളുകൾക്ക് സത്യമല്ല വേണ്ടത്, മറിച്ച് ഞങ്ങളുടെ സത്യമാണ് വേണ്ടത്, ഞങ്ങൾക്ക് അനുകൂലമായ സത്യമാണ് വേണ്ടത് എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണമാണ്. ഇങ്ങനെ നമ്മുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾ, ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറയുന്ന CPM ഭരിക്കുമ്പോൾ CPM എല്ലാ മീഡിയകളെയും കുറ്റം പറയും. കൈരളിയും ദേശാഭിമാനിയും അല്ലാത്ത എല്ലാ മീഡിയകളെയും CPM കുറ്റം പറയും. ഇതേപോലെ ഇവർ UDF കയറി കഴിഞ്ഞാൽ നേരെ തിരിച്ച് VD സതീശൻ ഇപ്പോൾ കയറിയെന്ന് വിചാരിക്കുക, മുഖ്യമന്ത്രിയായി എന്ന് വിചാരിക്കുക, പുള്ളി ആദ്യ ദിവസം തൊട്ട് തുടങ്ങും എല്ലാ മീഡിയകളും കുറ്റം പറയാൻ തുടങ്ങും. അതാണ് അവർക്ക് താല്പര്യമുള്ള വാർത്തകളാണ് ഫേക്കാണോ സത്യമാണോ എന്നുള്ളത് അവർ തീരുമാനിക്കുന്നത്. അല്ലാതെ അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നുള്ളതല്ല. അതിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഫോട്ടോയ്ക്ക് എത്ര ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ അല്ലെങ്കിൽ ആ വാർത്തയുടെ കോളം എത്ര ചെറുതായിട്ടുണ്ട് വലുതായിട്ടുണ്ട്, അത് ഏത് പേജിൽ വരുന്നുണ്ട്, ഇതൊക്കെ ഈ സംഘടനയുടെ ആളുകളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആളുകളോ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അവരോട് ഒരാൾ വിളിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കോൾ വരും. അപ്പോൾ നമ്മളിപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ പറയാണ്, നിങ്ങൾ അത് 1-ാം പേജിൽ പരസ്യമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തതെന്ന് അവരോട് മറുപടി പറഞ്ഞാൽ അദ്ദേഹം പിന്നെ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ 2021 ഇവിടെ നടന്ന സമ്മേളനത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്തത്, ഇവിടെ നടന്ന സമ്മേളനത്തിൽ നിങ്ങൾ അങ്ങനെ, ഇതൊക്കെ ഇവർ ഡാറ്റയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് താല്പര്യമുള്ളത് സത്യസന്ധവും അല്ലെങ്കിൽ അനുകൂലവുമായി മാറുന്ന തരത്തിലേക്ക് വാർത്തകൾ മാറി. അതിൻ്റെ ഒരു പ്രശ്നം ഈ പറഞ്ഞ ഷാഫി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട് വാർത്തയുടെ. ഇപ്പം ഞാൻ പറയുന്നത്, എനിക്ക് ഈ ചോദ്യം കേട്ടപ്പോൾ തോന്നിയത് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മൾ KFC പോയാലും ചിക്കനാണ് കിട്ടുന്നത്, മക്ഡൊണാൾഡ് പോയാലും ചിക്കനാണ് കിട്ടുന്നത്. നമ്മുടെ ഈ പറഞ്ഞ 65 ആണെങ്കിലും പലതരത്തിലുള്ള മന്തി ആണെങ്കിലും ഷവായ ആണെങ്കിലും അൽഫാം ഒക്കെ ചിക്കനാണ്. വാർത്ത എന്ന് പറഞ്ഞാൽ ചിക്കനാണ്. ഈ പറയുന്നത് നമ്മൾ ഒരു പാർട്ടിയുടെ സാധനം നമ്മുടെ പത്രത്തിൽ വരുമ്പോൾ ചിലപ്പോൾ അത് KFC ആവും, മറ്റൊരു പത്രത്തിൽ വരുമ്പോൾ ചിക്കൻ 65 ആയിട്ട് നമ്മൾ. അപ്പോൾ വാർത്തകളെ ടേസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരോ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ നമ്മുടെ വരിക്കാർക്കോ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം, അതിൻ്റെ മസാല വ്യത്യാസം, അതിൻ്റെ വലുപ്പ വ്യത്യാസം ഒക്കത്തിനനുസരിച്ച് നമ്മൾ വാർത്തകളെ ഇങ്ങനെ ട്രിമ്മ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളൂ. അത് വലിയൊരു മാറ്റമാണ്. നേരത്തെ നമുക്ക് ഈ പ്രശ്നമില്ലായിരുന്നു. അതായത് കുറച്ച് കാലം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളൊരു വാർത്താ പ്രാധാന്യത്തിനാണ്. അപ്പോൾ ഉദാഹരണം നമ്മൾ ആ സമ്മേളനത്തിൽ തന്നെ എടുക്കുക. സമ്മേളനത്തിൽ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമ്മേളനത്തിൽ പറഞ്ഞു, അതായത് ഇന്ത്യയിൽ നടത്തുന്നത് വർഗീയ ഫാഷിസമാണ്, അതിന് ഗവൺമെൻറ് എല്ലാവിധ ഒത്താശകളും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതൊരു ന്യൂസാണ്. അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ പറയുമ്പോൾ നമ്മളത് 1-ാം പേജ് കൊടുക്കുന്നു. പിറ്റേന്ന് SYS ഞാൻ ഉദാഹരണത്തിന് പിറ്റേന്ന് SYS സമ്മേളനത്തിൽ അത്ര പ്രധാനപ്പെട്ട ഒരാളൊന്നും വന്നിട്ടില്ല, ഒരു ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സംഘടന ശക്തമാവണം എന്ന് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന് നമ്മുടെ വായനക്കാർക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആയിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ ഞങ്ങൾ നോക്കിയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? രണ്ടും ഒരേ പ്രാധാന്യത്തോടുകൂടി കൊടുക്കണം, അല്ലെങ്കിൽ പരാതി വരും എന്നുള്ളതാണ്.
അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ന്യൂസിൻ്റെ തെരഞ്ഞെടുപ്പ്, പിന്നെ കുറച്ചുകൂടി എനിക്ക് തോന്നിയത് നമ്മുടെ ഒരു അനുകൂലമായ വാർത്ത നമ്മുടെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ചുകൂടി പ്രാദേശികവൽക്കരിക്കപ്പെട്ടു വാർത്തകൾ എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ഇപ്പോൾ രാജുവേട്ടനൊക്കെ അറിയാം, എല്ലാ ചാനലിലും നാട്ടുവാർത്ത ഉണ്ട്, പണ്ടൊന്നും അതില്ലായിരുന്നു. അപ്പം നമ്മൾ കൂടുതൽ പ്രാദേശിക വാർത്തകൾ നമുക്ക് അറിയാനുള്ള ഒരു ടേസ്റ്റ് വായനക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ മാറ്റമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇത് നമ്മുടെ ന്യൂസ് മാനേജ്മെന്റ് നമ്മൾ അടുത്ത് ചെയ്യുന്ന ഒരു സാധനം. അതേപോലെ തന്നെ കാലത്തിൻ്റെ പൊതുവായിട്ടുള്ള പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ പൊതുവെ പബ്ലിക് ഒപ്പീനിയനിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ അവരുടെ ഇൻട്രസ്റ്റുകളിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ സാങ്കേതിക വിദ്യ നമ്മളുടെ ഇതിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഇതിൽ പറയുന്നത്, അതായത് ആൽബർട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി കോവിഡ് കാലത്ത് ഒരു 9000 കോവിഡ് കാലത്ത് മുഖ്യധാര പത്രങ്ങളിൽ അതേപോലെ ഓൺലൈനുകളിൽ ഒക്കെ വന്ന പത്രങ്ങൾ നോക്കിയിട്ട്, വാർത്തകൾ നോക്കിയിട്ട് ഒരു സർവേ നടത്തിയവർ അന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ 90% വാർത്തകളും ഫേക്കായിരുന്നു എന്നുള്ളത്. 9000 വാർത്തകളിൽ 90% ഫേക്ക് ന്യൂസുകളായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവരതിൽ കണ്ടെത്തിയത് 85% ഓൺലൈൻ ന്യൂസുകളാണ്, 3% മാത്രമേ പ്രിന്റ് മീഡിയയിൽ ഫേക്ക് ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു സർവേ ആയിരിക്കും, പക്ഷെ ആ സർവേയെ നമുക്കൊരു പൊതുവായ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോഴും നമ്മൾ സ്കൂളില്ല അല്ലെങ്കിൽ മറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയോ കോളുകളാണ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലേക്ക്, നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ, ശരിയാണോ? കാരണം ആളുകൾക്ക് വിശ്വാസം ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അതൊരു പ്രശ്നം കൂടിയാണ്, നമ്മളിതിൻ്റെ കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ട് ആളുകൾക്ക് വാർത്തയിൽ വിശ്വാസം ഇല്ലാതായി പോയി എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. രാജീവേട്ട, ഷംസു അവസാനം പറയുന്നതിന് ഞാൻ നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്. നമ്മൾ ജനാധിപത്യത്തിന് മാധ്യമങ്ങളുടെ പങ്ക് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു മറ്റു പ്രവണത കൂടി കറന്റ് ഉണ്ട്. കാരണം ഇന്റർനെറ്റിന് വന്നതിന് ശേഷം പണ്ട് വാർത്താ അവതാരകന്റെയോ റിപ്പോർട്ടറുടെയോ അല്ലെങ്കിൽ പത്രാധിപരുടെയോ കയ്യിൽ നിന്ന് പോയാൽ അത് പോയ പോക്കായിരുന്നു. ഇന്ന് ഒരു റിസീവിങ് എൻഡിൽ കൂടി മാധ്യമങ്ങൾ നിൽക്കണം. ഒരു വാർത്ത കൊടുത്തു, അപ്പോൾ അതിൽ കമന്റ്സ് വരും അല്ലെങ്കിൽ കോളുകൾ വരും, ഷംസു പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ചുകൂടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. മാത്രമല്ല കണ്ടന്റ് ആക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അവൈലബിൾ ആയി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയുന്ന തരത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ വന്നു. രവീഷ് കുമാർ 90 TV നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയാനൊക്കെ വന്നു. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ജനാധിപത്യവൽക്കരണം സംഭവിക്കുമ്പോൾ ശരിക്കും സംഭവിക്കേണ്ടത് മാധ്യമങ്ങൾ നന്നാവുകയല്ലേ ചെയ്യേണ്ടത് ശരിക്കും. പക്ഷെ സംഭവിച്ചത് അങ്ങനെ അല്ലല്ലോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ വാർത്ത കണ്ടന്റായി കൺസ്യൂം ചെയ്യപ്പെടുമ്പോൾ വാർത്തയിൽ പിന്നെ വിനോദത്തിന്റെ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എലമെന്റുകൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവണത നമുക്കിപ്പോൾ റിപ്പോർട്ടർ TV ഒക്കെ ആയാലും ഇപ്പോൾ 24 ന്യൂസ് കണ്ടാൽ അറിയാം. അപ്പൊ അത് എത്രമാത്രം ഈ മീഡിയ അല്ലെങ്കിൽ ജേർണലിസം എന്ന പ്രൊഫഷന് ഗുണം ചെയ്യും എന്ന രണ്ട് ചോദ്യങ്ങളാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ജനാധിപത്യവൽക്കരണ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ദുഷിപ്പിച്ചത് നന്നാക്കുന്നതിന് പകരം, രണ്ടാമത്തത് ഈ കണ്ടന്റ് സ്വഭാവത്തിൽ വന്ന മാറ്റം അത് എത്രമാത്രം ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷകരമാണ്. അതിനു മുമ്പ് നേരത്തെ ഷംസു സൂചിപ്പിച്ച പോലെ ഈ നമ്മൾ മൊത്തം മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ പ്രിന്റിന് കുറേം കൂടെ വിശ്വാസ്യത നിലനിർത്താനും കുറേം കൂടെ ബാലൻസ്ഡായി പ്രവർത്തിക്കാനും ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പൂർണ്ണാർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന് ശ്രമിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. കാരണം പല ലെയറിലുള്ള പരിശോധനകൾ ഇപ്പോഴും ഒരു പ്രിന്റ് മാധ്യമത്തിലുണ്ട്. ഒരാൾ ഒരു വാർത്ത ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ വായിക്കപ്പെടുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇപ്പോഴും കേരളത്തിലെ പത്രങ്ങളിൽ അത് ഒരു 2 or 3 പരിശോധനയ്ക്ക് വിധേയമാക്കുകയും സംശയ നിവൃത്തി വരുത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് പ്രിന്റിൽ ഇപ്പോഴും കുറെ കൂടെ ഒരു എന്താ പറയുക, അച്ചടക്കമോ കുറെ കൂടെ ഒരു സൂക്ഷ്മതയോ കുറെ കൂടെ കൃത്യതയോ ഒക്കെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, അതിൽ തർക്കമില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന എന്താ പറയുക പ്രൊപ്പഗാൻഡ മെക്കാനിസത്തിൽ നിന്ന് മുക്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാർത്താ സെലക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരെന്തിനെയാണ് കൂടുതൽ വിമർശിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അവർ കൂടുതൽ എന്താ പറയുക നമ്മളെ ലക്ഷ്യമിടുന്ന ഭരണകൂട സംവിധാനത്തെ കൂടുതൽ വിമർശിക്കാൻ അവർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ അത് മനസ്സിലാവും.
കേരളത്തിലെ പ്രിന്റ് മാധ്യമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട പ്രിന്റ് അച്ചടി മാധ്യമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയസമീപനങ്ങളിലെ ജനദ്രോഹപരമായ നയസമീപനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള എത്ര എഡിറ്റോറിയലുകൾ ഈ അടുത്ത കാലത്ത് ഈ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എത്ര എഡിറ്റോറിയലുകൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന എത്ര എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചില്ലേ, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പ്രസംഗിച്ച് പോകുമ്പോൾ ഇന്ന് പോലും മനോരമയിലും മാതൃഭൂമിയിലും, ഞാൻ പേരെടുത്ത് പറയുന്നത്, പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ താരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവര് 10 മീറ്റർ എയർ പിസ്റ്റളാണ്. മനു എന്ന പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ആ താരത്തിൻ്റെ മത്സര ഇനം 10 മീറ്റർ എയർ പിസ്റ്റളാണ്. ഈ 10 മീറ്റർ എയർ പിസ്റ്റളിൻ്റെ മത്സര രീതി എങ്ങനെയാണ് എന്ന് വിത്ത് ഗ്രാഫിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനകത്ത്. രസമാണ്, സംഗതി രസമാണ്, താല്പര്യമുള്ള ആളുകൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. എനിക്കൊരു താല്പര്യമില്ല എന്നിട്ട് പോലും ഞാനത് വായിച്ചു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റോ ടെന്നീസോ ഒക്കെ പോലെ അല്ലല്ലോ പിസ്റ്റൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു കായിക വിനോദം. എന്നിട്ട് പോലും ഞാനത് വായിച്ചു, കാരണം അത്ര ആകർഷകമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡിസൈൻ ചെയ്യാനും ഇതിൻ്റെ ഡാറ്റ അനാലിസിസ് ചെയ്യാനും അതിൻ്റെ ഡാറ്റ എടുക്കാനും അതിൻ്റെ എക്സ്പേർട്സിനെ കണക്ട് ചെയ്യാനും ഒക്കെ ത്രാണിയുള്ള ഒരു മാധ്യമ വിഭാഗം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇതിൽ എത്ര വസ്തുതയുണ്ട്, എത്ര മോശമാണ്, അല്ലെങ്കിൽ എത്രയാണ് തള്ള് എന്ന് ഒരു ഇൻഫോഗ്രാഫിക്സും കൊടുക്കാൻ തയ്യാറായില്ലല്ലോ. തയ്യാറാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് ഉച്ചഭാഷണിയിലൂടെ സംസാരിക്കുന്നതോ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതോ മാത്രമല്ല, ചില മൗനങ്ങൾ കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് എന്താ പറയുക, വളരെ വലിയ രീതിയിൽ പ്രിന്റ് ഇപ്പോഴും അവരുടെ വിശ്വാസ്യത നിലനിർത്തുകയും ബാലൻസ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പ്രൊപ്പഗാൻഡയിൽ നിന്ന് അവർ പൂർണ്ണമായും മുക്തരല്ല എന്നുള്ളത് ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും മാധ്യമങ്ങൾ വലിയ തോതിൽ ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ അത് ഫേക്ക് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇതിൽ വസ്തുതാപരമായ പെശകുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കമൻറ്റുകളിലൂടെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വാർത്തയുടെ ശകലങ്ങൾ അത് ദൃശ്യമായാലും ഓൺലൈൻ ആയാലും ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കഷ്ണിച്ചിടും എന്താണ് എന്നുള്ളത്. ഇത് എത്രയോ തവണ നടന്നിട്ടുണ്ട്, എത്രയോ ഇൻസിഡൻറ്റുകൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ എന്താ പറയുക, ഈ സമീപകാല മാധ്യമ വ്യവഹാരങ്ങളിൽ ഏറ്റവും അധികം തർക്കവിധേയമാവുകയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഈ സ്വർണ്ണ ഇറക്കുമതി ഉണ്ടല്ലോ. അതായത് ഈ അന്താരാഷ്ട്ര ചാനലിലൂടെ സ്വർണം ഇറക്കുമതി ചെയ്ത് ഇവിടെ പല ജ്വല്ലറികൾക്കും കൈമാറ്റം ചെയ്ത് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള വാർത്ത. ആ വാർത്ത വന്നതിന് ശേഷം പുറത്തു വന്ന എത്രയോ ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇത് പൊട്ടത്തരാണെന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ അറിയാം. എത്ര ദിവസം നമ്മളുടെ ചാനലുകളും മാധ്യമങ്ങളും അത് ആഘോഷിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ പത്രവും ദൃശ്യവും ഓൺലൈനും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഖുറാനിനുള്ളിലൂടെ സ്വർണം കടത്തി എന്ന് പറയുന്ന വാർത്ത എത്ര ദിവസം നമ്മൾ ആഘോഷിച്ചു? നമ്മുടെ ചാനലുകൾ എത്ര ദിവസം ആഘോഷിച്ചു? നമ്മുടെ പത്രങ്ങൾ എത്ര ദിവസം ആഘോഷിച്ചു? നമ്മുടെ ഓൺലൈനുകൾ എത്ര ദിവസം ആഘോഷിച്ചു? അന്നും ഇതേപോലെ താഴെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ നിശിതമായിട്ട് ഇത് ശുദ്ധ ഭോഷ്കാണ് എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും തിരുത്താൻ തയ്യാറായോ? ആരും തിരുത്താൻ തയ്യാറായിട്ടില്ല. ആ അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും പിൽക്കാലത്ത് നമ്മൾ ഇതേ പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നു, ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ഒരു 13 ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ കർണാടകയിലെ ഷിരൂരിൽ പോയി തമ്പടിച്ച് കിടന്ന് നടത്തിയത് എന്താ പറയുക, ഒരു മനുഷ്യന്റെ ജീവനെ എങ്ങനെ വിൽക്കാം, മാധ്യമ പ്രവർത്തനത്തിന്റെ മാധ്യമ ബിസിനസ്സിന് വേണ്ടി എങ്ങനെ വിൽക്കാം എന്നുള്ളൊരു പണിയാണ് അവരോടൊപ്പം എടുത്തത്. അപ്പോഴും വിമർശനം ഉണ്ടായി, ആളുകൾ ഭയങ്കരമായിട്ട് വിമർശിച്ചു. ഇനി നാളെ ഇതേപോലെ വേറൊരു സംഭവം ഉണ്ടായാൽ ഇത് തന്നെ ആവർത്തിക്കും. അപ്പം മിനിമം ഈ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു പണി മാധ്യമപ്രവർത്തകന് ഉണ്ടാവണം, മാധ്യമ സ്ഥാപനത്തിനും ഉണ്ടാവണം.
കാരണം ബേസിക്കലി ഇതിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇതിനകത്ത്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് വിറ്റാലും ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ കുറച്ചു കാലേ വിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ആളുകൾ അത് വിട്ടുപോകും. അതറിയാവുന്നതുകൊണ്ടാണ് പത്രങ്ങൾ ഇപ്പോഴും അവരുടെ ക്രെഡിബിലിറ്റിക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് എല്ലാ ദിവസവും തലേന്ന് രാത്രി അച്ചടിച്ച് പിറ്റേ ദിവസം രാവിലെ വീടുകളിൽ എത്തിച്ചാൽ അത് വാങ്ങാൻ ആള് വേണം. അതവർക്കറിയാം. അതുകൊണ്ടാണ് അവർ മിനിമം ക്രെഡിബിലിറ്റി നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയേ അല്ല. ഇപ്പൊ കൊടുക്കാവുന്നത് കൊടുക്കുക, അടുത്ത ദിവസം നേരെ അടുത്ത മൊമെന്റിൽ നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ അതും കൊടുക്കുക. ഇതാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല അതിനകത്ത്. അതാണ് പ്രശ്നം. നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത കൊടുക്കേണ്ടി വരും. പക്ഷെ അത് കൊടുക്കുമ്പോൾ പോലും നമ്മളൊരു എന്താ പറയുക, ഒരു മിനിമം മര്യാദ ഉണ്ടല്ലോ അതിനകത്ത്. നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ ഒരു 5 ദിവസത്തിനിടെ എത്ര തവണയാണ് ട്രക്കിന്റെ ഭാഗമെന്നോ ട്രക്കെന്നോ അല്ലെങ്കിൽ ട്രക്കിന്റെ ഭാഗം കിട്ടിയെന്നോ ട്രക്ക് തന്നെ കിട്ടിയെന്നോ എത്ര തവണ നിങ്ങൾ കഴിഞ്ഞ ഒരു 5-6 ദിവസത്തിനിടെ നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളിലൂടെ കേട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സംശയമില്ല ആർക്കും. എന്നിട്ട് ഈ മനുഷ്യന്മാരൊക്കെ തന്നെ ലൈവിലോ നിന്നോട്ടോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ കുത്തൊഴുക്കാണ്, മണ്ണുണ്ട്, താഴെയാണ്, എന്നാലും നമുക്ക് ട്രക്കാണെന്ന് ഉറപ്പാണ്. ഇത് നമ്മുടെ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ്. എൻ്റെ വിശ്വാസ്യത അവിടെ ഒരു പ്രശ്നമാണ്. ട്രക്കാണെന്ന് സംശയിക്കുന്ന എന്ന് പോലും, ഈ സംശയിക്കുന്ന എന്നുള്ളൊരു വാക്ക് പോലും ഉപയോഗിക്കില്ല നമ്മൾ. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാധ്യമ സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡിറ്റർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ വിൽക്കാവുന്നത് എന്താണോ അത് വിൽക്കുക, അതാണ് നമ്മുടെ പണി. കാഴ്ചക്കാരന് എന്താണോ ആവശ്യം അത് കൊടുക്കുക, അതാണ് നമ്മുടെ പണി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ക്രൈം വായിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ആ പണിക്ക് നിൽക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ മീറ്റിംഗ് തന്നെയിട്ട് പോവുകയും ചെയ്തു. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ട്. ഇപ്പം എന്താണോ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അതിൻ്റെ വരും വരായികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക. ആളുകൾ ചീത്ത പറയുകയാണെങ്കിൽ ആളുകളുടെ എന്താ പറയുക, ഓർമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പോട്ടെ എന്ന് വിചാരിച്ച് വിടും. പിന്നെ ഈ തെറ്റാവർത്തിക്കുമ്പോൾ അവർ വീണ്ടും വന്ന് പറഞ്ഞോളും. അത്രേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പിന്നെ നീ ചോദിച്ചത് കണ്ടന്റിന്റെ കാര്യമാണ് അല്ലേ? കണ്ടന്റ് കാലത്തിനനുസരിച്ച് പരിവർത്തിപ്പിക്കപ്പെടേണ്ടതും അതിന്റെ പുതിയ സാങ്കേതിക വിദ്യകൾ അനുസരിച്ച് എന്താ പറയുക, അവതരിപ്പിക്കപ്പെടേണ്ടതും തന്നെയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഇപ്പോൾ എന്തായിരുന്നു പ്രോഗ്രാമിന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ വലിയ രൂപത്തിലുള്ള ഗ്രാഫിക്സ് ഉപയോഗിക്കാൻ ആദ്യമായിട്ട് ആലോചിച്ചത് മീഡിയ വണ്ണാണ്. അത് തുടങ്ങിയതും ന്യൂസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ മീഡിയ വണ്ണാണ് തുടങ്ങി വെക്കുന്നത്. അതെ, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നോ അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്നോ ഒക്കെ പറയാവുന്ന ആ സാങ്കേതികവിദ്യ ഇല്ലാത്ത തന്നെ അത് ഉപയോഗിച്ച് തുടങ്ങിയത് മീഡിയ വണ്ണാണ്. അതിന് കുറച്ച് ദിവസത്തെ കൗതുകമേ ഉള്ളൂ. അതായത് ഒരാൾ ഒരു വലിയ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് സംസാരിക്കും. വലിയൊരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുമ്പോൾ ആ കലാമിറ്റി നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പണി. അതിന് കുറച്ച് ദിവസത്തെ ആയുസേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കും. പിന്നെന്താ നമുക്ക് വേണ്ടത്? പിന്നെ നമ്മളത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഡാറ്റ വേണം, വിവരങ്ങൾ വേണം, വസ്തുതകൾ വേണം. ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ IPL ക്രിക്കറ്റോ ഒക്കെ വല്ലപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ടെലിവിഷൻ ചാനലിലൊക്കെ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ മുഹമ്മദ് ഷമിയോ ഒരു ഓവറിൽ 5 വിക്കറ്റ് വീഴ്ത്തി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒരു 1 ഡേയിലോ ഒരു 2020 സെഞ്ചുറി അടിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ തൊട്ടുടനെ ഈ സ്ക്രീനിൽ ഒരു ഇൻഫോ വരും. എന്ത് വരും? വിരാട് കോഹ്ലി 2020 ടൂർണമെന്റ് 2020 കളിച്ച മത്സരങ്ങൾ എത്ര, അയാൾ അടിച്ച സെഞ്ചുറി എത്ര, അയാൾക്ക് എത്ര റൺസ് കിട്ടി. അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് വരുമ്പോൾ അടുത്ത വിവരം വരും. എത്ര 1 ഡേ ക്രിക്കറ്റ് കളിച്ചു, എത്ര സെഞ്ചുറി അടിച്ചു, എത്ര റൺസ് നേടി. പിന്നെ മാറി വരും, അയാൾ എത്ര ടെസ്റ്റ് കളിച്ചു, എത്ര സെഞ്ചുറി അടിച്ചു, എത്ര റൺസ് നേടി. ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. നമ്മളിത് അറിയാതെ കൺസ്യൂം ചെയ്യും. നമ്മൾ ഒരിക്കലും അത് അറിയാറില്ല, പക്ഷെ നമ്മൾ ഈ വിവരം നമ്മളുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യും.
ഇതെവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇതിൻ്റെ പിന്നിൽ അത്രയും വലിയൊരു ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ വെച്ചിട്ടാണ് ഇവരിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ടെലിവിഷൻ ജേർണലിസം എന്ന് പറയുന്നത് നമുക്ക് ജീപ്പിൽ വന്നിറങ്ങുന്നതോ ട്രെയിനിൽ വന്നിറങ്ങുന്നതോ പ്ലെയിനിൽ വന്നിറങ്ങുന്നതോ ഒക്കെ ഒരു ദിവസമൊക്കെ കാണിക്കാതെ കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് മടുക്കും. പിന്നെ ആളുകൾ അതിൽ കൗതുകം ഉണ്ടാവില്ല. ആളുകൾക്ക് ഉണ്ടാവേണ്ടത്, ആളുകൾക്ക് ഇൻഫോ ആണ് വേണ്ടത്, വിവരങ്ങളാണ് വേണ്ടത്. അത് നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് ടെലിവിഷൻ സ്ക്രീനിലേക്ക് കൊടുക്കും എന്നുള്ളതാണ് ചലഞ്ച്. ആ ചലഞ്ചിലേക്ക് എത്താൻ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിനും ഇന്നോളം സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്രത്തോളം എഫർട്ട് ആവശ്യമുള്ള, അത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും പോവില്ല. ഇപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു എലക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം നാഷണൽ ഇലക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷനോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഏതെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു നാഷണൽ ടെലിവിഷൻ ചാനൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പഴയ NDTV ഒക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ NDTVയിൽ ഈ ടാലി കാണിക്കുന്നതിനോടൊപ്പം കഴിഞ്ഞ വർഷം എത്ര സീറ്റ് കിട്ടി, അതിൽ നിന്ന് എത്ര കൂടി, എത്ര കുറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അതേ സമയം, അതായത് ഒരു സീറ്റ് അങ്ങോട്ട്, 21 സീറ്റ് എന്നുള്ളത് 22 സീറ്റ് ആകുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ നിന്ന് 10 കൂടി അല്ലെങ്കിൽ 10 കുറഞ്ഞു എന്ന് ഇപ്പുറത്തെ സൈഡിൽ കാണാം നിങ്ങൾക്ക്. അത്ര ഷാർപ്പാണ്. എന്നുവെച്ചാൽ ആ ഡാറ്റ കയ്യിലുണ്ട്. ആ ഡാറ്റ, അത്രയും ഡാറ്റ വാങ്ങി സൂക്ഷിച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ പണിയെടുക്കുന്നത്. അപ്പം ആ മേഖലയിലേക്കൊക്കെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ഈ വ്യവസായം അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ളൊരു വ്യവസായമായിട്ട് മാറിയിട്ടില്ല. പ്രിന്റിന് അത് സാധ്യമാണ്. പ്രിന്റിൽ തന്നെ ഒരുപക്ഷെ മലയാള മനോരമയ്ക്ക് മാത്രം അത് സാധ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാത്രമല്ല, മലയാള മനോരമ അത് വളരെ നേരത്തെ തന്നെ അവരുടെ ലൈബ്രറി എന്ന് പറയുന്ന, ലൈബ്രറി ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അത്രമേൽ ശ്രദ്ധിക്കുകയും അതിനെ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഡിജിറ്റൈസ് ചെയ്യുകയും അതിൻ്റെ ഡാറ്റ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, വളരെ പെട്ടെന്ന് അവർക്ക് ഈ പറയുന്ന ഒരു രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നത്. അവർ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ അത് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പണ്ട് വർത്തമാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പ്രധാനപ്പെട്ട നേതാവ് മരിച്ചു. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ വർത്തമാനം പോലെ വളരെ അടുത്ത കാലത്ത് മാത്രം തുടങ്ങിയ, ലൈബ്രറി ഒന്നും അത്ര വലുതല്ലാത്ത ഒരു പത്രത്തിന് പ്രയാസങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പല ഫോട്ടോസ് തിരഞ്ഞ് വന്നപ്പോൾ ഈ നേതാവ് PV നരസിംഹറാവുവിൻ്റെ കൂടെ ഇരിക്കുന്ന, PV നരസിംഹറാവു ഉണ്ട്, K കരുണാകരനുണ്ട്, ഈ നേതാവുണ്ട്, AK ആന്റണിയുണ്ട്. അങ്ങനെ 4 പേരിരിക്കുന്ന ഒരു ഫോട്ടോ, ഗംഭീര ഫോട്ടോ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മനോരമയുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊടുത്താൽ പുലിവാലാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, നമുക്കതൊന്ന്, എൻ്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന അന്നത്തെ ചുമതലയിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു നമുക്കതൊന്ന് വർക്ക് ചെയ്തിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വർക്ക് ചെയ്തിട്ട് കൊടുത്താലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം, അത് കൊടുത്താൽ പിടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് വർക്ക് ചെയ്തിട്ട് കൊടുത്തു. പിറ്റേ ദിവസം അത് പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 11 മണിയായപ്പോൾ മനോരമയിൽ നിന്ന് തോമസ് ജേക്കബ് സാറിൻ്റെ ഒരു കോള് വർത്തമാന ഓഫീസിലെത്തി. നിങ്ങൾ ആ പടം നേരാവണ്ണം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പരാതി ഉണ്ടാവുമായിരുന്നില്ല, നിങ്ങളത് വികൃതമാക്കിയതിലാണ് എൻ്റെ പരാതി എന്നാണ് അദ്ദേഹം പറഞ്ഞു. അത് കേൾക്കേണ്ടി വന്നത് ഞാനാണ്. എന്ന് വെച്ചാൽ അവർ അത്രയും സൂക്ഷ്മമായിട്ട് അവരുടെ പ്രോപ്പർട്ടി സൂക്ഷിക്കുകയും അത്രയും സൂക്ഷ്മമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് പറ്റും, പത്രത്തിന് പറ്റും. പത്രത്തിന് അത്രയും സമഗ്രമായിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ടായിട്ട് പോലും അതിൻ്റെ ആനുകൂല്യം എടുക്കാൻ അവരുടെ ടെലിവിഷൻ ചാനലിന് സാധിക്കുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അതുകൊണ്ട് കണ്ടന്റിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വസ്തുതയിലുണ്ടാവുന്ന മാറ്റമല്ല, വിവരത്തിലുണ്ടാവുന്ന മാറ്റമല്ല, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും അതിനെ നമ്മൾ ഏതളവിൽ സമ്പുഷ്ടീകരിച്ച് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിലുമാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. എന്താ പറയുക, അരോചകമാം വിധത്തിൽ വിനോദവൽക്കരിക്കപ്പെടുകയോ എന്താ പറയുക, നമ്മൾക്ക് വെറുപ്പുളവാക്കുന്ന വിധത്തിൽ വക്രീകരിക്കപ്പെടുകയോ ചെയ്യുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടന്റിന്റെ പുറത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ പലതും. എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്, പലതും. ഓക്കെ, താങ്ക് യു രാജീവേട്ടാ. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഈ പാനൽ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. ഇനി സദസ്സിന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾ 3 പേരോടും ചോദിക്കാം, അല്ലെങ്കിൽ ജനറലി ചോദിക്കാം. ഏറ്റവും നല്ല ചോദിക്കുമ്പോൾ ആരോടാണ് ചോദിക്കുന്നത് പറയാമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പറയാൻ. നിങ്ങൾ ഈ മാധ്യമരംഗം തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഈ സദസ് ഇവിടെ ഡാസിലുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്ന എല്ലാ ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആരംഭിക്കാം.